എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സമയം വൈജയന്തി അലീനയോടായി പറയുന്നു, മനുവല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാണ്. നിനക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് അലീന മറുപടി പറയുന്നു. മാത്രമല്ല, വേലക്കാരിയായിട്ട് വന്ന നീ ഇവിടുത്തെ വീട്ടുകാരിയാവാനാണോ നോക്കുന്നത് എന്ന് വൈജ ദേഷ്യത്തോടു കൂടി അലീനയോട് ചോദിക്കുന്നു. ഇതിനുള്ള മറുപടിയായി അലീന, എനിക്ക് മാഡത്തിൻ്റെ വീട്ടുകാരിയും ആവണ്ട വേലക്കാരിയും ആവണ്ട. ഇന്നിപ്പോൾ ഇത്രയും വൈകിയോണ്ട് നിന്നെ ഞാൻ ഇറക്കി വിടുന്നില്ല. നാളെ രാവിലെ തന്നെ നീ ഇവിടുന്ന് പോയിക്കോണമെന്ന് വൈജ പറയുന്നു. നീ ഈ വൈജയന്തിയോടാണ് കളിക്കുന്നത്. ഇതും ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുള്ളവളാണ് ഞാനെന്ന വൈജ അലീനയോട്. അതെനിക്ക് അറിയാമെന്നാണ് അലീന പറയുന്നത്. കേട്ടപാടെ വൈജ അലീനയോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് അറിയാവുന്നത്? പറ, നിനക്ക് എന്തറിയാം? എനിക്ക് എല്ലാം അറിയാമെന്ന് അലീന പറയുമ്പോൾ, എന്തെല്ലാം? സകലതും അറിയാമെന്ന് അലീന പറയുന്നു. എല്ലാം കേട്ട ശേഷം വൈജ അലീനയോട് പറയുന്നു, അങ്ങനെ വല്ലതും അറിയാമെങ്കിൽ തന്നെ അതെല്ലാം നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. അതല്ലാതെ എൻ്റെ ഭർത്താവിനെ കൂട്ടുവിളിച്ച് എന്നോട് യുദ്ധത്തിന് വരരുത്. ഇത് കേൾക്കുന്ന ലീന, അല്ലെങ്കിലും ഞാനല്ല, മാഡമാണ് എന്നോട് യുദ്ധം ചെയ്യുന്നത്. ഇത് കേട്ടപാട്ട വൈജ ദേഷ്യത്തോടുകൂടി അലീനയോടൊന്ന് പറയുന്നു, നാളെ സൂര്യൻ ഉദിച്ച ശേഷം ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്. നിനക്ക് തരാനുള്ളതും അതിന് 10 ഇരട്ടി ബാലേന്ദ്രൻ അക്കൗണ്ടിലിട്ട് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ കണക്ക് പറയാൻ നിൽക്കണ്ട. കിട്ടിയതും കൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് പൊക്കോണം. ഇതിനുള്ള മറുപടിയായി ലീന, ഞാൻ കണക്ക് പറഞ്ഞാൽ അത് തീർക്കാനായിട്ട് മാഡത്തിന് ഈ ജന്മം പോരാതെ വരും. അതുകൊണ്ട് ആ പൈസ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാവെന്ന് പറഞ്ഞ് അകത്തേക്ക് അലീന പോകുന്നു. എന്നാൽ തനിക്ക് ആ പണം വേണ്ടെന്നും കുടുംബം കലക്കിയതിൻ്റെ പാരിതോഷികമായി നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് വൈജ പറയുന്നത്. ഇത് കേട്ടപാടെ അലീന വൈജയ്ക്ക് നേരെ തിരിഞ്ഞ് ഒന്ന് പറയുന്നു, ഞാനല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബം ഇല്ലാതാക്കിയത്, നിങ്ങളുടെ നേര് നിറയുമില്ലായ്മ. ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ വൈജ ദേഷ്യത്തോടെ, നീ എന്താ നിന്ന് കുരയ്ക്കുന്നോ? വായടയ്ക്കാനായിട്ട് അലീനയോട് വരട്ടുന്നു. ഇത് കേൾക്കുന്ന അലീന വൈജയോടായി ഒന്ന് പറയുന്നു, എൻ്റെ വായടപ്പിക്കാനായിട്ട് മാഡം ആയിട്ടില്ല. അതിലും നല്ലത് മാഡം തന്നെ വായടച്ച് വെക്കുന്നതാണ്. അതിനുശേഷം താൻ വന്നു കയറിയ സമയം മുതൽ ഈ കുടുംബത്തിലുണ്ടായ ഓരോ കാര്യങ്ങളും പറയുന്നു. മാഡത്തിൻ്റെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് തന്നെ എൻ്റെ കുറ്റം. മാഡത്തിൻ്റെ അച്ഛൻ്റെ മരണശേഷം എന്നെ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും എൻ്റെ തന്നെ കുറ്റം. മാഡത്തിൻ്റെ മകൻ പണം എടുത്തതിന് എന്നെ പിടിച്ച് കള്ളിയാക്കാൻ നോക്കിയത് അതും എൻ്റെ കുറ്റം. അതിനുശേഷം മാഡത്തിൻ്റെ മകനും അനന്തരനും കൂടി എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് അതും എൻ്റെ കുറ്റം. ഇങ്ങനെ ഓരോന്നായി എണ്ണിപ്പിറക്കി എല്ലാം വൈജയന്തിയുടെ മുഖത്ത് നോക്കി തന്നെ അലീന പറയുന്നു. അവസാനം ഒന്നുകൂടി പറയുന്നുണ്ട്, മാഡം നന്നാവാതെ ഈ കുടുംബം രക്ഷപ്പെടില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രിയിൽ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം മുത്തശ്ശിയുടെ മുറിയിൽ വന്ന ശേഷം മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് രേവതിക്കുട്ടിയെ വിളിക്കുന്നു. അങ്ങനെ അവരുടെ സംഭാഷണം തുടങ്ങുകയാണ്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങളെന്ന് അലീന ചോദിക്കുമ്പോൾ, ഞങ്ങളിന്ന് സിനിമയ്ക്ക് പോയെന്നും. എന്നാൽ ഇത് കേൾക്കുന്ന അലീന, ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ സിനിമയും കണ്ടു തീർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ചേച്ചി വരുമ്പോൾ ഒരുമിച്ച് പോകാനായി ഞങ്ങൾ 3 സിനിമകൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ചേച്ചി കാല് മാറരുത്, ഈ ആഴ്ച തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് രേവതി പറയുന്നത്. അലീന ഇങ്ങനെ പറയുന്നു, ബാലേന്ദ്രൻ സാറ് എന്നെ ഇവിടുന്ന് വിടുമെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റിയെന്ന് രേവതി തിരക്കുമ്പോൾ, സാറ് ഞാനിവിടെ ഉണ്ടാവണമെന്നാണ് പറയുന്നതെന്ന് അലീന പറയുന്നു. രണ്ടുപേരും യുദ്ധത്തിന് ഇറങ്ങിയേക്കുവാണെന്നും രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്കാണെന്നുമാണ് രേവതിയോട് അലീന പറയുന്നത്. കേൾക്കുന്ന രേവതി, ചേച്ചി വേഗം തന്നെ അവിടുന്ന് എസ്കേപ്പ് ആയിക്കോ. എന്നാൽ അതിനുള്ള മറുപടിയായി ലീന, അങ്ങനെ വരാൻ പറ്റത്തില്ലടി മോളെ, സാറൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ. മറുപടിയായി ലീന, സാറിനെ ഉപേക്ഷിക്കാൻ വയ്യ, മാഡവുമായി തല്ലു പിടിക്കാനും വയ്യ. എന്തായാലും മാഡം എന്നെ എടുത്ത് ഇവിടുന്ന് തന്നെ പുറത്തു കളയും, കൂടിപ്പോയ ഒരാഴ്ച. ഇത് കേൾക്കുന്ന രേവതി, മനുവേട്ടൻ എന്താ പറഞ്ഞതെന്ന് അലീനയോട് ചോദിക്കുന്നു. മനുവേട്ടൻ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പോകരുതെന്നാണ് അലീൻ്റെ മറുപടി. എന്തായാലും എനിക്ക് ഇവിടുന്ന് ഉടനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പറയാനാണ് ഞാനിപ്പോൾ നിന്നോട് വിളിച്ചത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ ശേഷം അലീന കോള് കട്ട് ചെയ്യുന്നു. പിന്നെ കോള് കട്ട് ചെയ്ത ശേഷം മുത്തശ്ശിയുടെ അടുത്ത് ഫോൺ തിരിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ചോദിക്കുന്നു, നീ എന്തിനാ ഇവിടുത്തെ കാര്യമൊക്കെ വല്ലവരോടും പറയുന്നത്? രക്തബന്ധമൊന്നും അല്ലല്ലോ, വേറൊരാളല്ലേ എന്നാണ് രേവതിയെപ്പറ്റി മുത്തശ്ശി ചോദിക്കുന്നത്. ഇവിടെ രക്തബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കാട്ടിക്കൂട്ടുന്നത് ഞാൻ കണ്ടല്ലോ, അതിനെക്കാട്ടും ഭേദമാണ് രേവതിക്കുട്ടിയെന്ന് പറയുന്നു. ഇപ്പോൾ മുത്തശ്ശി ഒന്ന് അലീനയോടായി പറയുന്നു, വൈജ പറയുന്നത് ശരിയാണ്, നീ ഈ കുടുംബത്തിലേക്ക് വരുന്നതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇവിടെ ഇല്ലായിരുന്നു. ഇതിനുള്ള മറുപടിയായി ലീന, കഴക്കൂട്ടത്ത് നിന്ന് കുറേ പ്രശ്നങ്ങൾ വാരിക്കെട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെതറിയോ? ഇല്ലല്ലോ. അത് മാത്രമോ, ഞാൻ തനിയെ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണോ? മുത്തശ്ശൻ ശരിക്കും അവിടെ വന്ന് എന്നെപ്പറ്റി അന്വേഷിച്ച് അതിനുശേഷം എന്നെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ? ഇവിടെ വന്ന ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല, അങ്ങനൊന്നും വിചാരിക്കല്ലേ. ഞാനിവിടുന്ന് പോകാൻ തയ്യാറാണ് മുത്തശ്ശിയെന്ന് അലീന പറയുമ്പോൾ, ഇങ്ങനെ പാതി വഴിക്ക് കൊണ്ടിട്ടിട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് ഗംഗാധരനും മാലതിയും വന്നിരിക്കുകയാണ്. അവർ ബന്ധുക്കളെയൊക്കെ കാണാനായി തലേ ദിവസം പോയിരിക്കുകയായിരുന്നു. വന്നിടം തന്നെ കൃഷ്ണയോടായി ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം? ഹൈ ടെൻഷനാണെന്നാണ് കൃഷ്ണ പറയുന്നത്. ആർക്കാണ് ടെൻഷൻ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആണെന്നും പറയുന്നു. അങ്കിള് ഇന്ന് തന്നെ പോകുമോ എന്നാണ് കൃഷ്ണയുടെ സംശയം. മറുപടിയായ അയാൾ, ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങുമെന്ന് അറിയിക്കുന്നു.
അവർ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരുന്നു. എന്തോ ആലോചിച്ചെടുക്കുന്ന അവരുടെ അമ്മയോടായി ഗംഗാധരൻ പറയുന്നു, അമ്മ എന്തോ ചിന്തയിലായിരുന്നല്ലോ, എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. ഇവിടെയായി മുത്തശ്ശി രാപ്പകലില്ലാതെ ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും. പഴയ കാര്യങ്ങൾ തന്നെയാണെന്നാണ് അമ്മ പറയുന്നത്. ഇപ്പോൾ ഗംഗാധരൻ അമ്മയോടെ ചോദിക്കുന്നു, അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? പുറമേ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുവാണ്, സമയത്തിന് മരുന്നും ആഹാരം ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊന്നുമല്ല എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയപ്പോൾ വിചാരിച്ചത്. എൻ്റെ ആമക്കൾ 3 പേരും 3 താമസിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ വൈജേട്ടൂടെ വന്ന് നിൽക്കേണ്ടി വന്നില്ലേ? ഇതാണോ എൻ്റെ തറവാട്? എല്ലാം കേട്ട ശേഷം ഗംഗാധരൻ, അതൊക്കെ പോട്ടെ, അമ്മയ്ക്ക് ഇപ്പം എന്താ വിഷമമെന്ന് പറ. അത് വൈജിക്ക് ആ പെങ്കൊച്ചിനെ കണ്ടുകൂടാ? നിങ്ങളും കണ്ടതല്ലേ, അവള് നന്നായിട്ടല്ലേ ഈ വീട് നോക്കുന്നത്. എനിക്ക് ഭയങ്കര സഹായമാണ് അവള്. 10 ഹോം നഴ്സിനെ നിർത്തിയാലും അവൾക്ക് പകരമാകില്ല. കേൾക്കുന്ന മാലതിയും മുത്തശ്ശിയോടായി പറയുന്നു, ഞങ്ങള് അലീനയോട് സംസാരിച്ചിരുന്നു, വൈജിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ ഇവിടുന്ന് പോവാൻ നിൽക്കുവാണ്. നിങ്ങൾ തന്നെ പറ, അവളങ്ങനെ പറയാൻ കാര്യം എന്തായിരിക്കും? വൈജിയുടെ സ്വഭാവം തന്നെ കാരണമാണ്. മുത്തശ്ശി തുടരുകയാണ്, വയസ്സുകാലത്ത് എൻ്റെ മകൾ തന്നെ പാരയിൽ നിൽക്കുകയാണ്. മാലതി മുത്തശ്ശിയോടായും ചോദിക്കുന്നു, മുത്തശ്ശൻ പണ്ടെപ്പോഴേലും ഒരിക്കൽ അലീന എന്ന പേര് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു 10-15 വർഷം മുമ്പ് മുത്തശ്ശൻ അലീനയെ കാണാനോ മറ്റും കഴക്കൂട്ടത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് മാലതി തിരക്കുന്നു. ഇതിൽ സംശയം തോന്നുന്ന മുത്തശ്ശി, അല്ല എന്തോ കാര്യമുണ്ടല്ലോ, എന്താണെന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നു. മറുപടി ഗംഗാധരൻ, ഒന്നുമില്ല അമ്മേ, ഇവള് വെറുതെ വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രം. മാത്രമല്ല ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് ഗംഗാധരൻ അമ്മയോടായി പറയുന്നു. യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഗംഗാധരൻ അമ്മയോട്. കേൾക്കുന്ന അമ്മ, ഇന്ന് തന്നെ പോവാണോ? ഞങ്ങളിപ്പോൾ വന്നിട്ട് ദിവസം എത്രയായി, അടച്ചിട്ടില്ലേ വന്നിരിക്കുന്നതെന്ന് അമ്മയോട് പറയുമ്പോൾ മറുപടിയായി അമ്മ, അതിനിപ്പോൾ ഓടിച്ചെന്നിട്ട് അവിടെ ആരാ ഇരിക്കുന്നേ? ഇതിനുള്ള മറുപടിയായി ഗംഗാധരൻ, അമ്മ പറഞ്ഞ പോലൊരു വിഷമത്തിൽ തന്നെയാണ് ഞങ്ങളും ഉള്ളത്. മക്കളുണ്ടായി അവരെ വളർത്തി വലുതാക്കി. മോനാണെങ്കിൽ വിദേശത്തും മകളാണെങ്കിൽ ഡൽഹിയിലും ഒന്ന് കാണാൻ കിട്ടാറ് പോലുമില്ല. ഇതാണിപ്പോൾ എല്ലായിടത്തെയും അവസ്ഥ. ആരോട് പരാതി പറയാനായിട്ട്? ഇതെല്ലാം കേട്ട ശേഷം അമ്മ മകനോടായി പറയുന്നു, ഇന്നെന്തായാലും നീ പോണ്ടടാ മോനെ, നാളെ പോകാം. നീ എന്തായാലും കാര്യമായിട്ട് വൈജിയോടൊന്ന് സംസാരിക്കുക. ആ കൊച്ച് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന്. അവളിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കിടപ്പിന്ന് എഴുന്നേക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. നീ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ കേൾക്കും. അതുകൊണ്ട് തന്നെ നീ അവളോട് സംസാരിക്കണമെന്ന് ഗംഗാധരനോടായി അമ്മ പറയുന്നു. ഇതിനുള്ള മറുപടി ഗംഗാധരൻ, പേടിയല്ല അമ്മേ, ഒരുതരം ബഹുമാനമാണ്. പക്ഷേ ഇപ്പോൾ അവളുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എല്ലാവരോടും കലഹിക്കാനായിട്ട് നിൽക്കുന്ന പോലെയാണ്. അതുമാത്രമല്ല ബാലിനെ ഇനി ഇങ്ങനിട്ട് അലട്ടരുതെന്നും നീ അവളോട് പറയണം. എല്ലാം പറയാമെന്ന് ഗംഗാധരൻ ഉറപ്പു കൊടുക്കുന്നു. ശേഷം ഗംഗാധരനും മാലതിയും എല്ലാവരോടും യാത്ര പറയാനായി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ അലീന ഭക്ഷണം എടുത്തുകൊണ്ട് വെക്കുന്നത് കാണുന്നു. അവരെയും ഭക്ഷണം കഴിക്കാനായി അലീന വിളിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴിച്ചുവെന്നും മാത്രമല്ല യാത്ര പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നും പറയുന്നു. അതിനുശേഷം ബാലന്റെ കാര്യങ്ങളെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അലീനയോട് തിരക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സാർ വളരെ സന്തോഷത്തിലാണെന്നും അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം എന്നോട് പറയാറുണ്ടെന്നും അലീന മറുപടിയായി പറയുന്നു. മാഡത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇതെല്ലാം കേട്ട ശേഷം മാലതി അലീനയോടായി ചോദിക്കുന്നു, അതൊക്കെ ആട്ടെ, വൈജയുടെ പ്രതികരണം എന്താണ്? മറുപടിയായി അലീന കടിച്ചമർത്തി നടക്കുകയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പോലും അറിയില്ല. ഒരു ബോംബ് ഉള്ളി വെച്ചാണ് നടക്കുന്നത്. രോഹിത്, ബബിത, കൃഷ്ണ അവരുടെയൊക്കെ റിയാക്ഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടി അലീന, സാർ ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ എന്തായാലും സാർ ബെഡ്റൂം മാറ്റിയത് ശരിയായില്ല. മാഡത്തിനെ ഇങ്ങനെയൊക്കെ അകറ്റി നിർത്തുന്നതിൽ മാഡം ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വെറും തോന്നലുകളാവാം, എനിക്കും തെറ്റുപറ്റാലോ. ഗംഗാധരൻ ഒന്നുകൂടി ചോദിക്കുന്നു, വൈജയ്ക്ക് നിന്നോടുള്ള പ്രതികരണം എന്താണ്? അവിടെ ഇതുവരെയും നേരിട്ടൊന്നും പറയാറില്ല, എന്നാലും ഇടയ്ക്കിരുന്ന് പെറുപുറത്തുകൊണ്ടിരിക്കും. കിണറ്റിലിടാനുള്ള അത്രയും ദേഷ്യമുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ നടക്കുകയാണെന്ന് അലീന അവരോട്. ഞങ്ങൾ രണ്ടുപേരും അവരോടായി ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാനാണെന്ന് ഗംഗാധരൻ പറയുന്നു. ലീന അവരോടായി പറയുകയാണ്, മാഡമല്ലേ ഇത്രയും നാള് ഈ കുടുംബം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. വലുത് ഇപ്പോൾ അലീനയോടെ പറയുന്നു, വൈജ എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും നീ ഇവിടുന്ന് ഇട്ടേച്ച് പോകരുത്. ഈ കുടുംബം നേരെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും വേണ്ടേ? കേൾക്കുന്ന ലീന, അല്ലെങ്കിലും മാഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരുന്നതല്ല. എന്തൊക്കെയായാലും പക്ഷെ ഇപ്പോൾ നിനക്ക് അതെല്ലാമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലേ എന്ന് മാലതി ചോദിക്കുന്നു. ഗംഗാധരൻ അലീനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും വൈജയെ കണ്ടെന്ന് സംസാരിച്ചു നോക്കാം. ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാലോ? അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നുണ്ട്. വൈജയോടായി അവർ പറയുന്നുണ്ട്, ഞങ്ങൾ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കൃഷ്ണ പറഞ്ഞത് നീ കുളിക്കുകയായിരുന്നു എന്ന്. ഇതിപ്പോൾ സാരിയൊക്കെ എടുത്തൊരുങ്ങി നീ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നു. മറുപടിയായി വൈജ, ഞാൻ ഇന്ന് ബാങ്കിൽ പോകാനായിട്ട് റെഡിയാവുകയായിരുന്നു. വിശേഷം വൈജ അവരോടായി പറയുന്നു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ, ബാലേന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് ഗംഗാധരൻ വൈജയോടായി പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്.
അയാളൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് മാറിയത്, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇക്കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മനുവാണ് പറഞ്ഞതെന്ന് പറയുന്നു. വൈജി ഇപ്പോൾ അവരോടായി പരാതി പറയുകയാണ്. ദിവസം ഒരു 150 തവണയെങ്കിലും അലീനെ കണ്ടുകൊണ്ടിരിക്കണം, എപ്പോഴും അങ്ങോട്ടേക്ക് വിളിക്കും. മാലതിയാണ് മറുപടി പറയുന്നത്. വിജയ്, നീ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് വെറുതെ എക്സാജറേറ്റ് ചെയ്യരുതെന്ന് പറയുന്നു. വെറുതെ ഇല്ലാത്ത ഒന്നുമല്ല പറയുന്നതെന്ന് വൈജ. മാത്രമല്ല ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി ബാലന്റെ മുറിയിൽ ഒരു കോളിംഗ് ബെല്ല് ഫിറ്റ് ചെയ്തു. അവളെ വിളിക്കണമെന്ന് തോന്നുമ്പോൾ ആ കോളിംഗ് ബെല്ലിൽ ഞെക്കും. അപ്പോൾ അത് കേട്ടയുടൻ തന്നെ അവൾ മേളിലെത്തണം. ഇത് കേൾക്കുന്ന ഗംഗാധരൻ അങ്ങനെ ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ എനിക്കതത്ര നല്ലതായിട്ട് തോന്നുന്നില്ലെന്നാണ് വൈജ പറയുന്നത്. മാത്രമല്ല ദേഷ്യത്തോടു കൂടി അവരോട് പറയുന്നുണ്ട്, ഞാനിത് എന്തായാലും നിർത്തിക്കും, അടിച്ചവളുടെ കർണം പുകച്ച് ഇവിടെ നിന്ന് ഞാൻ അവളെ ഓടിക്കും. കൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.